വടകര NRI ഫോറം അബുദാബി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൈനാട്ടി രമ്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്തു. വടകര NRI ഫോറത്തിന്റെ പരിപാടിയിൽ നേരത്തെയും പലതവണ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പങ്കെടുത്തിട്ടുണ്ട്, അബുദാബിയിൽ വെച്ചിട്ടും പങ്കെടുത്തിട്ടുണ്ട്. വളരെ സജീവമായി പ്രവാസ ലോകത്തും ഇവിടെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് വടകര NRI ഫോറം. ഇതിൻ്റെ കുടുംബസംഘം എന്ന് പറയുമ്പോൾ ഇപ്പം നാട്ടിലുള്ള പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെയുള്ള ആളുകളുണ്ട്. ഇപ്പം പ്രവാസ ലോകത്ത് പ്രവാസ സ്ഥലത്തുള്ള ആളുകളുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രവാസികളെ സംബന്ധിച്ച് അറിയാം, വളരെ ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഇത് എന്ന് പറയുന്നത് ഒരു തീക്ഷ്ണമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം കടന്നു പോകുന്നത്. യുദ്ധത്തിൻ്റെ ഒരു വലിയ ഭീകരത എല്ലായിടത്തും നിലനിൽക്കുന്നു. അത് യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബോംബ് വർഷം കേൾക്കുന്നു. അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന അവസ്ഥയിൽ പലരും ഗൾഫ് നാടുകളിൽ കഴിയുകയാണ്. അപ്പം അങ്ങനെ ഒരു കാരണം വെച്ചാൽ അത് നമ്മുടെ നാടിനെ കൂടിയാണ് വലിയ തോതിൽ ബാധിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുന്ന് ഉണ്ടാകുന്ന അധ്വാനിച്ചുണ്ടാകുന്ന പണം നാട്ടിലേക്ക് അയക്കുകയും നാട്ടിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ വലിയ നിർണായകമായി പങ്കുവഹിക്കുന്ന ആളുകളാണ് ഈ ഗൾഫിൽ ജീവിക്കുന്ന, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന, അവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളൊക്കെ. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് അതിൻ്റെ ഭാഗമായിട്ട് വഹിക്കുന്നുണ്ട് എന്നറിയാം. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും നിങ്ങളുടെ കൈയെത്തുന്നുണ്ട്. അതാണ് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ഊർജം എന്ന് പറയുന്നത്. ആ ഊർജം നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു ആശങ്ക ഗൾഫ് മേഖലകളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നാടിനെ കൂടിയാണ് എല്ലാ അർത്ഥത്തിലും ബാധിക്കുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. രതീഷ് വടകര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബഷീർ ഹാജി കപ്ലിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം നമ്മുടെ മുൻകാല വടകര NRIക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുകൾ ഇന്ന് പ്രവാസം അവസാനിച്ചുകൊണ്ട് നാട്ടിൽ ഇവിടെ കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണ്. അവരെയും അവരുടെ കുടുംബത്തെയും ചേർത്തുകൊണ്ട് ഒരു പരിപാടി നടത്തുകയാണ് വടകര NRI ഫോറം ഈ പരിപാടി ഇത്തരം ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. കാരണം 155 കുട്ടികളുടെ സമൂഹ വിവാഹം നടത്തിയ ഒരു സംഘടനയാണ് വടകര NRI ഫോറം. വടകര NRI ഫോറം നൽകുന്ന ഡയാലിസിസ് മെഷീൻ തണൽ വടകരയ്ക്ക് വേണ്ടി കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ഏറ്റുവാങ്ങി. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹ വിവാഹം ഉൾപ്പെടെ ഈ മേഖലയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ്. വ്യത്യസ്തമായ സ്വഭാവം. അതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകളൊന്നുമില്ലാതെ എല്ലാവരെയും സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പോവുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടി വരുന്ന ദുഃഖകരമായ സാഹചര്യം എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത്. കുറച്ച് മുമ്പ് അങ്ങനെയൊന്നും പ്രസംഗിക്കേണ്ടതുണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്നാണ്. അങ്ങനെ നമ്മൾ ജാതിയും മതവും ഒന്നും നമുക്കൊരു ചിന്തയായി തടസ്സമായി ഒന്നിനും വരാറില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇതൊക്കെ നമ്മളിപ്പോൾ ഞാനും മുരളിയേട്ടനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതൊരു വാർത്തയാക്കേണ്ട കാലമായി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളാണ്, ഇവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല എന്ന ഒരു നിലപാട് അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഇന്ന് ഏറെ അനിവാര്യമായ ഒരു കാലമാണ്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന വടകര ലോക്സഭാ നിയോജക മണ്ഡലം നിവാസികളുടെ കൂട്ടായ്മ കഴിഞ്ഞ 22 വർഷമായി സംഘടന രൂപീകൃതമായിട്ട് 156 ദമ്പതികളുടെ സമൂഹ വിവാഹം, പാലിയേറ്റീവ് പ്രവർത്തനം ഉൾപ്പെടെയുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വടകര NRI ഫോറം സംഘടിപ്പിച്ചിട്ടുണ്ട്. അബുദാബിയിൽ വർഷം തോറും വടകര മഹോത്സവവും സംഘടന നടത്തിവരുന്നുണ്ട്. പ്രശസ്ത ഗായകൻ VT മുരളി, ചരിത്ര ഗ്രന്ഥ രചയിതാവ് P ഹരീന്ദ്രനാഥ്, ബാബു വടകര, N കുഞ്ഞമ്മദ്, സമീർ ചെറുവണ്ണൂർ, ബാലകൃഷ്ണൻ പള്ളിയത്ത്, രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. തുടർന്ന് പ്രഭാഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി.